ജിമ്മിൽ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് സംഭവം വെച്ചിട്ട് അപ്പം നമുക്ക് ജിമ്മിലോട്ടൊന്ന് പോയില്ല. കുറേ കാലത്തിന് ശേഷം ജിമ്മിലോട്ടൊന്ന് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ റഫീഖ് ഭായ്. അയ്യോ അസനക്ക ഏജ് എന്നൊരു വിഷയം എന്നുള്ള മൈൻഡിലാണ് വരുന്നത്. അതൊക്കെയാണ് നമുക്ക് മോട്ടിവേഷൻ. ഇവിടെ ലേഡീസ് ഉണ്ട്, ലേഡീസ് മിക്സഡാണ്, എല്ലാം ഉണ്ട്, സെറ്റാണ് ജിമ്മിപ്പോൾ. ഇതൊക്കെ നമ്മുടെ ആശാന് കിട്ടിയ ട്രോഫികളാണ് കേട്ടോ. എല്ലാ ട്രോഫികളും ആശാൻ്റെയാണ്. ആശാൻ മിസ്റ്റർ ഇന്ത്യ സൗത്ത് ഇന്ത്യ വരെ അടിച്ച ആളാണ്. ഇവരൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഫുള്ള് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല ജിമ്മിൽ ഇറങ്ങൽ മസ്റ്റായിട്ടുണ്ട്. എന്ത് വന്നാലും വേണ്ടില്ല ജിമ്മിൽ ഇറങ്ങണം. ഫുൾ മോട്ടിവേഷനാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബോഡി കണ്ടീഷൻ. മാക്സിമം അങ്ങനെ കളിച്ച് പമ്പ് ചെയ്തിട്ട് അങ്ങനെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അടുത്ത മിസ്റ്റർ മലപ്പുറം കോമ്പറ്റീഷൻ ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് നമുക്ക് കയ്യിന് തരിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സർജറി ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക് യു. ഈ 1.5 മാസം മുന്നേ നമ്മുടെ ബോഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പമ്പായി സെറ്റായിട്ട് വന്നതായിരുന്നു. അപ്പം റെസ്റ്റൊക്കെ എടുത്താണ്. ഇപ്പോൾ ബോഡി കുറച്ച് വീക്കായിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റേ ഒരു സ്റ്റീം ബാത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളെ ബോഡി കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഒന്നും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. 1.5 മാസത്തെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാണ്. കയ്യിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ പതുക്കെ അങ്ങനെ ലേറ്റ് വെയിറ്റിൽ തുടങ്ങണം. അപ്പോൾ ഇത് ഇഞ്ചുറി പറ്റി കിടന്ന സമയത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഇഞ്ചുറിയൊക്കെ ഇപ്പോൾ ഏകദേശം റെക്ടിഫൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും വേണ്ടില്ല ജിമ്മിന് ഇറങ്ങാതിരിക്കാൻ വയ്യ, മനസ്സ് സമ്മതിക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ജിമ്മിന് ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട കുറച്ച് സംഭവം വെച്ചിട്ട് 3-4 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ റെഡി ആയി കഴിക്കണം. ഒന്ന്, നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. എന്താണോ നമ്മളാവാൻ ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ളൊരു പ്ലാനും ഒരു വ്യക്തി നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു ഗോൾ ഉണ്ടാവും. എന്താണോ, ബോഡി ബിൽഡിംഗ് ആണോ, ഫാറ്റ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, എന്താ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഗോളായിരിക്കും. അപ്പോൾ ആ ഗോൾ പോലെ ഇരിക്കും നമ്മുടെ വർക്കൗട്ടും നമ്മുടെ ഫുഡും. അത് നമ്മൾ കോച്ചിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റേ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ കോച്ചിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ വേണ്ട സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ നമ്പർ 1 ഗോള്, നമ്പർ 2 ഫുഡ്, നമ്മുടെ കഴിക്കേണ്ട ഫുഡുകൾ, ഫാറ്റ് ലോസിന് പറ്റിയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതുപോലത്തെ ഫുഡ് കാര്യങ്ങൾ. പിന്നെ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് നിർബന്ധമായിട്ട് വേണ്ടി വരും. 8 മണിക്കൂർ നമ്മൾ ചുരുങ്ങിയത് ഉറങ്ങണം. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള റിപ്പയറിങ്, മസിൽസ് ബിൽഡിങ് എന്തായിക്കോട്ടെ, അതിൻ്റെ ഹോർമോൺസ് വർക്കിംഗ് ചെയ്യുന്ന ടൈമാണ് നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ സ്ലീപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള നല്ലൊരു റിസൾട്ട് ടൈമൊക്കെ കിട്ടും, സ്ലീപ്പിങ്ങിൽ കിട്ടും നമുക്ക്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിരിക്കണം. വലിയൊരു ഇഞ്ചുറി ഒന്നും വരാത്ത രീതിയിൽ നല്ല കെയർ ചെയ്തിട്ടുണ്ട്, നല്ല കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ടും കിട്ടും. അപ്പോൾ എല്ലാം നമ്മളൊരു കോച്ചിൻ്റെ അണ്ടറിൽ വർക്കൗട്ട് ചെയ്യുക, എന്ത് സംഭവം ചെയ്യുകയാണെങ്കിൽ കോച്ചിൻ്റെ അണ്ടറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒരു സംഭവം ഈ ഭൂമിയിലില്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മൾ സിമ്പിളായിട്ടുള്ള സംഭവം, നമ്മുടെ ഫോണിലിടുന്ന ചെറിയ സിം കാർഡ്, ആ സിം കാർഡ് മുതൽ ആകാശത്തൂടെ പറക്കുന്ന റോക്കറ്റ് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് മനുഷ്യന്മാരാണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതായിട്ടുള്ള ഒരു സംഭവം ഈ ഭൂമിയിലില്ല. നമ്മൾ എന്ത് ചെയ്യണം? ട്രൈ ചെയ്യണം. പിന്നെ പറയാമല്ലോ, നമുക്ക് ഓൾറെഡി പബ്ലിക്കിൻ്റെ അടുത്ത് നല്ല ചെയ്തൊക്കെ കിട്ടും. ചിലപ്പോൾ നെഗറ്റീവ് കുറേ പറയും. പക്ഷേ ആ നെഗറ്റീവ് നമ്മൾ മെയിൻ്റ് ആക്കരുത് കേട്ടോ. നെഗറ്റീവ് നമ്മൾ മെയിൻ്റ് ആക്കരുത്. നമ്മൾ കറക്റ്റ് നമ്മൾക്കൊരു ഗോളുണ്ട്, ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു.